Good morning, students. ഇന്ന് നമുക്ക് പ്രോബബിലിറ്റിയിലെ കുറച്ച് പ്രോബ്ലംസ് ചെയ്ത് നോക്കാം കേട്ടോ. ഫസ്റ്റ് പ്രോബ്ലം ഇതാണ്. When two dice are thrown, probability of getting some 7 or 8. 7 അല്ലെങ്കിൽ 8 കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ ഓപ്ഷൻസ് 7/36, 1/4, 11/36, 1/12. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഇതിന്റെ സാമ്പിൾ സ്പേസ് എഴുതും. സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് എന്താണ്? 1 1 1 2 1 2 എക്സെട്രാ 1 6. അങ്ങനെ നമ്മൾ 2 1 2 2 എക്സെട്രാ 2 6 6 1 എക്സെട്രാ 6 6. ഇങ്ങനെ എത്ര ഇവന്റ്സ് എഴുതും? 36 ഇവന്റ്സ് എഴുതും. 36. ഇതാണ് നമ്മുടെ സാമ്പിൾ സ്പേസ്. ഇതിൽ നോക്കി നമുക്ക് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ടേക്ക് ടു മച്ച് ടൈം. therefore നമ്മൾ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ ആകുമ്പോൾ ഒരു ഷോർട്ട് കട്ട് വേണം. ഇതിനൊരു ഷോർട്ട് കട്ട് എന്താന്ന് പറഞ്ഞാല് ഹിയർ വി ഹാവ് എ ഷോർട്ട് കട്ട്. ഷോർട്ട് കട്ട് നമ്മൾ പഠിച്ചു വെച്ചോളൂ. ഷോർട്ട് കട്ട് ഇതാണ്. when two dice are thrown, when two dice are thrown, dice are thrown, number of ways of getting total R is ഒന്നിതാണ് R minus 1, 2 less than equal to R less than equal to 7. രണ്ടാമത്തെ കേസ് 13 minus R, 8 less than equal to R less than equal to 12. ഈ ഷോർട്ട് കട്ട് പഠിച്ചു വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ടോട്ടല് 2 മുതൽ 7 വരെയാണെങ്കിൽ നമുക്ക് R-1 എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. 8 മുതൽ 12 വരെയാണെങ്കിൽ നമുക്ക് 13 മൈനസ് R എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. ഇവിടെ 7 എന്ന് പറഞ്ഞാൽ 2 ലെസ് ദാൻ ഈക്വൽ ടു R ലെസ് ദാൻ ഈക്വൽ ഈ ഗണത്തിൽ വരുന്നത്, ഈ സെറ്റിൽ വരുന്നതാണ്. അപ്പോ R-1 എന്ന് പറയുന്നത് എത്രയായിരിക്കും? ദാറ്റ് ഈസ് R-1, ദാറ്റ് ഈസ് 7 - 1 6. ഇതിന്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇവന്റ്സ് എത്രയാണ്? 36. അപ്പോ 6/36. രണ്ടാമത്തെ കേസിലെ 8 വരുന്നത് ഇതിലാണ്. അപ്പൊ 13 - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പൊ നമുക്ക് ഇവിടെ വരുന്നത് എത്രയാണ്? 5/36. അപ്പൊ നമുക്ക് ടോട്ടൽ ഫസ്റ്റ് കേസിൽ 7ന്റെ കേസിൽ നമുക്ക് 6/36 എന്ന് കിട്ടി. സെക്കൻഡ് കേസിൽ നമുക്ക് 5/36 എന്ന് കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് സം 7 or 8. 7 or 8 പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? അത് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി ഓഫ് 7 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 8. ഓർ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്ലസ് ചെയ്യണം. പ്രോബബിലിറ്റി ഓഫ് 7 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് 8. പ്രോബബിലിറ്റി ഓഫ് 7 എത്രയാണ് നമുക്ക് കിട്ടിയത്? 6/36. പ്രോബബിലിറ്റി ഓഫ് 8 എത്ര കിട്ടിയത്? 5/36. അപ്പൊ ആൻസർ എത്രയാണ്? 11/36. അതിന്റെ ആൻസർ അതിലുണ്ടോ നോക്കിയേ? ആൻസർ ഉണ്ട്. സി ആണ് എന്റെ ആൻസർ. അപ്പൊ ഓപ്ഷൻ സി is equal to 11/36. അപ്പോ ഈ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തില് നമ്മൾ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളോട് ചോദിക്കുമ്പോൾ വി ഷുഡ് അപ്ലൈ ദ ഷോർട്ട് കട്ട്. ആ ഷോർട്ട് കട്ട് എന്താണ്? ടോട്ടല് R എന്നുള്ളത് 2 ലെസ് ദാൻ ഈക്വൽ ടു R ഈക്വൽ ടു 7. 2 മുതൽ 7 വരെയുള്ള ടോട്ടൽ ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കേണ്ട ഫോർമുല R-1. ഇവിടെ 7 - 1 6. അപ്പൊ 6/36. അതുപോലെ 8 മുതൽ 12 വരെയാണെങ്കിൽ ടോട്ടൽ കിട്ടുന്ന ഫോർമുല എന്താണ്? 13 - R. 13 - 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 5. അപ്പൊ ഫസ്റ്റ് പ്രോബബിലിറ്റി നമുക്ക് 6/36ഉം സെക്കൻഡ് കേസ് നമുക്ക് 5/36ഉം കിട്ടും. ഇത് ഓർ ആയതുകൊണ്ട് നമ്മൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 6/36 പ്ലസ് 5/36 is equal to 11/36. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത പ്രോബ്ലത്തിലേക്ക് കിടക്കാം കേട്ടോ. Then second problem. persons are
sitting in a row, and probability two specified persons are not together is probability പറയുന്നത് എന്തൊക്കെയാണ് 5/6, 1/6, 1/12, 5/2. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 12 persons are sitting in a row. 12 persons are sitting in a row, and the probability two specified person are not together. അങ്ങനെ വരുന്ന പ്രോബബിലിറ്റി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഇവിടെ നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട്. ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ഹിയർ വി ഹാവ് another ഷോർട്ട് കട്ട്. ആ ഷോർട്ട് കട്ട് പറയുന്നത് എങ്ങനെയാണ്? From a set of m things, probability that particular two things are not together. അതിനുള്ള ഒരു ചെറിയൊരു ഫോർമുല ഉണ്ട്. ആ ഫോർമുല ഇതാണ്, m-2/m എന്നാണ് ഫോർമുല. m-2/m. ഈ ഫോർമുല അപ്ലൈ ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാം. വളരെ ഈസി ആയിട്ട് ചെയ്യാം. From a set of m things, probability that a particular two things are not together. നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഫോർമുല എന്താണ്? m-2/m. നമ്മുടെ ഈ പ്രോബ്ലത്തിൽ m എത്രയാണ്? m is equal to 12. അപ്പൊ 12 minus 2/12. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 10/12 കിട്ടും. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? 5/6 കിട്ടും. 5/6 ആൻസർ ഉണ്ടോ നോക്കിയേ. ആൻസർ എ, ഓപ്ഷൻ എ ആൻസർ കറക്റ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ച ഷോർട്ട് ട്രിക്ക് എന്താണ്? From a set of m things, probability that particular two things are not together ആയിട്ട് വരുമ്പോ നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല m-2/m എന്നാണ്. m-2/m. ഇവിടെ m എന്ന് പറയുന്നത് എന്താണ്? m എന്ന് പറയുന്നത് 12 ആണ്. 12 minus 2 എന്ന് പറയുന്നത് എത്രയാണ്? 10/12, that is 5/6. എല്ലാവരും എഴുതിയെടുത്തോളൂ കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നീങ്ങാം. Third question. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. If P of A is equal to 2/3, P of B is equal to 1/2, P of A union B is equal to 5/6, then events A and B are mutually exclusive. ഫസ്റ്റ് ആൻസർ അതാണ്. സെക്കൻഡ് ആൻസർ ഇൻഡിപെൻഡൻസ് ആസ് വെൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇൻഡിപെൻഡന്റും ആണ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ്. സി independence. D dependent only on A. Then dependence only on B. ഇങ്ങനെ 5 ഓപ്ഷൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. If P of A is equal to 2/3, P of B is equal to 1/2, P of A union B equal to 5/6,
then events A and B are events A and B are ഇതിന്റെ ഓപ്ഷൻസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, ഇൻഡിപെൻഡന്റ് ആസ് വെൽ ആസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്, ഇൻഡിപെൻഡന്റ് ആണ്, ഇൻഡിപെൻഡന്റ് only on A, dependent only on B. ഇതിൽ ഏത് ആൻസർ ആണ് നോക്കണം. അപ്പൊ P of A യും P of B യും P of A യൂണിയൻ B ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് E1 ഇന്റർസെക്ഷൻ E2 ഈക്വൽ ടു 5 ആണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇത് ഓർത്തിരിക്കുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അതോടൊപ്പം തന്നെ P of A ഇന്റർസെക്ഷൻ B എന്നുള്ളത് P of A into P of B വരാണെങ്കിൽ നമ്മൾ പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ്. ഈ രണ്ട് കൺസെപ്റ്റ് ഓർത്തിരിക്കുക. E1 ഇന്റർസെക്ഷൻ E2 5 ആണെങ്കിൽ അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് ആയിരിക്കും. P of A ഇന്റർസെക്ഷൻ B equal P of A into P of B ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. നമുക്ക് തന്നിരിക്കുന്ന ഈ പ്രോബ്ലത്തിൽ നിന്നും P of A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താണ്? P of A പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B. അപ്പൊ ഇതിൽ P of A യൂണിയൻ B തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 5/6. P of A നമുക്ക് തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 2/3. P of B നമുക്ക് തന്നിട്ടുണ്ട് 1/2 മൈനസ് P of A ഇന്റർസെക്ഷൻ B. അപ്പൊ P of A ഇന്റർസെക്ഷൻ B യുടെ ആൻസർ എത്ര കിട്ടും നോക്കിയേ. P of A ഇന്റർസെക്ഷൻ B ഇവിടെ കൊണ്ടുവരുമ്പോ ഇവിടെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 4, 3. അപ്പൊ 7/6 മൈനസ് 5/6 that is equal to 7 minus 5 that is equal to 2/6 that is equal to 1/3. അപ്പൊ നമുക്ക് P of A ഇന്റർസെക്ഷൻ B യുടെ ആൻസർ എത്ര കിട്ടണേ? 2/6. ഇനി നോക്കാം, P of A intersection B is equal to 1/3 that is not equal to 5. Therefore ഇത് mutually exclusive അല്ല. It is not mutually exclusive. ഇനി നോക്കാം, P of A into P of B. P of A into P of B എത്രയാ നോക്കിയേ. P of A യുടെ വാല്യൂ എത്രയാ? 1/2. P of B യുടെ വാല്യൂ എത്രയാ? 5/6. അല്ല, P of B യുടെ വാല്യൂ 1/2 that is equal to 1/2 into 1/2. അല്ല, P of A is equal to 2/3. P of B is equal to 1/2. 2 cancel ചെയ്ത് നമുക്ക് എത്ര കിട്ടി? 1/3 എന്ന് കിട്ടി. Therefore P of A intersection B is equal to എന്ത് കിട്ടി? P of A into P of B. അപ്പോ ഈ ഇവന്റ് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. പക്ഷെ ഇൻഡിപെൻഡന്റ് ആണ്, പക്ഷെ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ലാത്ത എന്തുകൊണ്ടാണ്? P of intersection B is equal to 1/3 that is not equal to 5 അല്ലേ? പ്രോബബിലിറ്റി 1/3 ആണ്. A ഇന്റർസെക്ഷൻ B നമുക്ക് 0 ആണ്, നോട്ട് ഈക്വൽ ടു 0. Therefore but P of A into P of B യുടെ ആൻസർ എത്ര കിട്ടി? P of A intersection B. P of A intersection B എന്താണ് കിട്ടിയത്? 1/3 ആണ്. P of A എത്രയാണ്? 2/3 ആണ്. P of B എത്രയാണ്? 1/2 ആണ്. 2/3 into 1/2 എത്രയാണ്? 1/3 ആണ്. Therefore these events are ഏത് ആൻസറാണ് ശരി? ഇൻഡിപെൻഡന്റ് ആണ്. Therefore ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ സി പറയുന്നത് എന്താണ്? These events are A and B are independent. Independent എന്ന് പറയാനുള്ള കാരണം എന്താണ്? P of A intersection B. നമ്മൾ ആദ്യം P of A intersection B കണ്ടുപിടിച്ചു. P of A intersection B എവിടെ നിന്നാണ് കണ്ടുപിടിച്ചത്? നമ്മൾ കണ്ടുപിടിച്ചത് P of A യൂണിയൻ B equal to P of A plus P of B minus P of A intersection B. അതിൽ നിന്ന് നമ്മൾ P of A intersection B കണ്ടുപിടിച്ചു. ആ P of A intersection B യുടെ ആൻസർ നമുക്ക് എത്ര കിട്ടി? നമുക്ക് കിട്ടിയ ആൻസർ 1/3 എന്നാണ്. P of A യും P of B യും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1/3 കിട്ടി. Therefore P of A intersection B equal to P of A into P of B എന്ന് കിട്ടി. Therefore ഇത് ഇൻഡിപെൻഡന്റ് ആണെന്ന് കിട്ടി, പക്ഷെ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. കാരണം എന്താണ്? P of A intersection B not equal to 5. Therefore these events are only independent. അപ്പൊ ആൻസർ ഏതാണ്? ആൻസർ സി ആണ്. എല്ലാവരും എഴുതിയെടുത്തോളൂ.